സ്ട്രെസ് മാനേജ്മെൻറ്റ് സീരീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. മാനസിക സമ്മർദ്ദം നമ്മുടെ ബന്ധങ്ങളിൽ എങ്ങനെ വിള്ളലുകൾ സൃഷ്ടിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഈ സീരീസിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ തകർന്ന ബന്ധങ്ങളെ എങ്ങനെ ശരിയാക്കാം എന്നതിനെക്കുറിച്ച് 2 പോയിൻറ്റുകൾ നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നത്തെയും പോലെ നമ്മുടെ കൂടെ നമ്മുടെ കൈപിടിച്ച് നടത്താൻ ഷീബ സിസ്റ്ററുണ്ട്. സിസ്റ്റർ, നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. ഓം ശാന്തി. ഓം ശാന്തി. സിസ്റ്റർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ സ്ട്രെസ് നമ്മുടെ റിലേഷൻ എങ്ങനെ ബാധിക്കുന്നു, അതിലൂടെ നമ്മുടെ ബന്ധങ്ങൾ തകരാൻ എങ്ങനെ കാരണമാകുന്നു, അതിനെ എങ്ങനെയാണ് തകർന്ന ബന്ധങ്ങൾ നമുക്ക് ശരിയാക്കി എടുക്കാൻ സാധിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നു. അതിൽ ബന്ധങ്ങൾ ശരിയാക്കി എടുക്കുന്ന കാര്യത്തിൽ 2 പോയിൻറ്റുകൾ കഴിഞ്ഞ എപ്പിസോഡ് ചർച്ച ചെയ്തിരുന്നു. ഇന്ന് അതിൻ്റെ ബാക്കിയാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഒന്നാമത്തെ കാര്യം, പല പോയിന്റ്സായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത 2-3 കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ അതൊന്നും കൂടെ ഒന്ന് ടച്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം അസംഷൻ നമ്മൾ ഒഴിവാക്കുക. നമ്മൾ നേരത്തെ 2 എപ്പിസോഡിന് മുന്നിലുള്ളത് നമ്മൾ അതിനെക്കുറിച്ച് നന്നായി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരാൾ നമ്മുടെ അടുത്തൊരു കാര്യം പറയാൻ വരുമ്പോൾ അതങ്ങനെയായിരിക്കാം പറയാൻ വരുന്നത്. പ്രത്യേകിച്ചും ഒരു അകന്ന ഒരു ബന്ധമാണെങ്കിൽ നമുക്ക് അവരെക്കുറിച്ച് നമ്മളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ മെൻ്റൽ പിക്ചർ ഉണ്ടല്ലോ, അത് നമ്മൾ ബന്ധം തകർന്നു കഴിയുമ്പോൾ അവരിങ്ങനെയായിരിക്കാം എന്നോട് പറയാൻ വരുന്നത്, അവരിതായിരിക്കാം ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നമ്മുടെ മനസ്സിനുള്ളിൽ കുറേ വിചാരങ്ങൾ തന്നെത്താൻ വന്നു പോകും. അപ്പോൾ ഇത്തരം വിചാരങ്ങൾ നമ്മളുള്ളിൽ ഉണ്ട് എങ്കിൽ ഈ ബന്ധങ്ങളെ നന്നാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയില്ല. കാരണം അവർ നമ്മളോട് സംസാരിക്കുന്ന സമയത്തും നമ്മൾ ഇതല്ലേ പറയാൻ വരുന്നത്, ഇതല്ലേ ഉദ്ദേശിക്കുന്നത്, നടക്കില്ല എന്ന ഒരു ഡിഫെൻസീവ് മെക്കാനിസം നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. നമ്മളിതൊന്നും അറിഞ്ഞുകൊണ്ട് ആരും ചെയ്യുന്നതല്ല. എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുള്ള കാര്യം, ഇത്രയ്ക്ക് ഇതിനൊക്കെ വിശകലനം ചെയ്ത് പഠിച്ചു നോക്കുമ്പോഴാണ് നമ്മളുള്ളിൽ എന്ത് സംഭവിക്കുന്നു പോലും അറിയുന്നത്. അല്ലാതെ ഞാനിങ്ങനെ ഒരു ഡിഫെൻസീവ് മെക്കാനിസം ക്രിയേറ്റ് ചെയ്യുകയാണ് എന്നിട്ട് ഇങ്ങനെ പെരുമാറുകയാണെന്ന് അറിയുന്ന കൂടിയില്ല. അറിയാതെ ഉപബോധ മനസ്സിന്റെ കളികളാണ് ഇതൊക്കെ. അപ്പൊ നമ്മൾ തന്നെത്താൻ തന്നെ മാനസിക ചിത്രം ഉണ്ടാക്കും. അവരിനിപ്പോൾ ഇതാ പറയാൻ വരുന്നത്, അത്രയൊക്കെ ആയി കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് വീണ്ടും ഒന്നാക്കാൻ വരെയായിരിക്കും എന്നൊക്കെയുള്ള പലവിധ ധാരണകൾ നമ്മളുള്ളിൽ വന്ന് ഭവിക്കും. അത്തരം അസംഷൻസ് നമ്മൾ ഒഴിവാക്കിയേക്കണം. ഞാൻ നന്നാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചോദ്യം വേണ്ടത് എന്നോട് തന്നെയാണ്. ഈ ബന്ധം നന്നാക്കി കൊണ്ടുപോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നോട് ചോദിക്കാം. ഉണ്ട് എങ്കിൽ ഇതിനെ ഒഴിവാക്കിക്കൊണ്ട് സ്വീകരിക്കൂ. ഇത് സ്വയം നമ്മളോട് തന്നെ ചെയ്യേണ്ട ഒരു ഓട്ടോ സജഷനാണ്. ഈ ബന്ധം നന്നാവാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ എന്നാൽ പിന്നെ ബാക്കി അതിനുവേണ്ടി സമയം വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ലല്ലോ. അവരവരെ വഴിക്ക് പോട്ടെ, എനിക്ക് എൻ്റെ വഴിക്ക് വരട്ടെ. അഥവാ ഞാനിത് നന്നാക്കി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഇഷ്ടമാണല്ലോ. അപ്പം എൻ്റെ ഇഷ്ടമാണ് എങ്കിൽ തീർച്ചയായിട്ടും ഞാനതിനെ അതുപോലെ സ്വീകരിക്കാനായിട്ട് തയ്യാറാവണം. പിന്നെ രണ്ടാമത്തൊരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം തകർന്നത് വീണ്ടും ഒന്ന് ചേർന്ന് പോകുമ്പോൾ അത് വീണ്ടും തകരാൻ കാരണമാവുന്നത് കഴിഞ്ഞ കാര്യങ്ങളെ റെഫർ ചെയ്ത് പറയലാണ്. സിമിലർ ആയിരിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അന്നും അതിനവിടെ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ്. റെഫറൻസ് ഇല്ല. കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് വെച്ചാൽ ഏതാണ്ട് സ്റ്റാപ്ലർ അടിച്ചു വെച്ചു എന്ന് വിചാരിക്കണം നമ്മൾ, അല്ലെങ്കിൽ ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞു, ഒരിക്കലും പൊളിക്കുന്ന പണിയേ ഇല്ല അത്. അങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളെ വീണ്ടും ചേർന്നതിന് കുറച്ചും കൂടെ മോശമാക്കിക്കൊണ്ട് അകലെയുള്ളൂ, അല്ലാതെ അടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഫോർഗെറ്റ് ആൻഡ് ഫോർഗിവ്. ഫോർഗിവ് എല്ലാവർക്കും പറ്റും, ക്ഷമിക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ മറക്കാൻ പ്രയാസം. പക്ഷേ മറക്കുക എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ട്. അത് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ. മീൻസ് ഒരു കാര്യത്തെ എനിക്ക് എന്തുകൊണ്ടാണെന്നറിയോ, സമയം വരുമ്പോൾ ആ കാര്യം വീണ്ടും 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 എൻ്റെ ഉള്ളിൽ വരാൻ കാരണം നമ്മൾ ക്ഷമിച്ചു അവരുടെ അടുത്ത്. ഇനിയിപ്പോൾ നിവൃത്തിയില്ല, നമുക്ക് ക്ഷമിക്കല്ലാണ്ട് വേറെ പോകാൻ വഴി ഇല്ലല്ലോ. ഇങ്ങനെയാണ് ആളുകൾ ക്ഷമിക്കുന്നത്. എന്ത് ചെയ്യുക, ഹസ്ബൻഡാണ്, വൈഫാണ്, മക്കളുണ്ട്, മുന്നോട്ട് കൊണ്ടുപോകണ്ടേ, അപ്പം ക്ഷമിക്കല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. എൻ്റെ മക്കളല്ലേ, എനിക്ക് അവർ മക്കളല്ല എന്ന് പറഞ്ഞുകൊണ്ട് മക്കളാവില്ലല്ലോ, ക്ഷമിക്കല്ലാണ്ട് വേറെ വഴി ഇല്ലല്ലോ. ഇങ്ങനെ എല്ലാ റിലേഷൻസും വീണ്ടും കൂടിച്ചേർന്നവരെ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ഉള്ളതൊരു കോമൺ ക്ലോസ് ആണ്, ക്ഷമിക്കല്ലാണ്ട് വേറെ വഴി ഇല്ലല്ലോ. അങ്ങനത്തെ കൂടിച്ചേരലുകൾ പലപ്പോഴും കുറേയും കൂടെ വിള്ളലുകൾ ഉണ്ടാക്കുകയും ജീവിതത്തെ ദുസ്സഹാക്കി മാറ്റുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒന്ന് ചേരുന്നുവെങ്കിൽ എന്ത് ചെയ്യണം, ഫോർഗെറ്റ് ആൻഡ് ഫോർഗിവ്. ക്ഷമിച്ചാൽ മാത്രം പോരാ, അതിനെ മറക്കാൻ പഠിക്കണം. എങ്ങനെ മറക്കണം, എന്തുകൊണ്ട് മറക്കുന്നില്ല? ഇപ്പം ഞാൻ എന്നോട് മോശമായി പറഞ്ഞ ഒരാളുടെ അടുത്തുള്ള ആ ഒരു ഫീലിംഗ് ഫാക്ടർ, ഇപ്പം ഞാൻ എന്നോട് ദേഷ്യപ്പെട്ട് എന്നോട് പിണങ്ങിപ്പോയൊരു ഫ്രണ്ടിനെ വീണ്ടും കാണുമ്പോൾ ഒരു പക്ഷേ ഒരു 5-6 വർഷം കഴിഞ്ഞിട്ട് കാണുമായിരിക്കും. പക്ഷെ കണ്ടു കഴിയുമ്പോൾ
അത്രയ്ക്കും വിഷമിച്ചിട്ടുള്ള കാര്യമാണ് എങ്കിൽ, ആ വിഷമത്തിൻ്റെ പേരിലാണ് ആ ബന്ധം തകർന്നിട്ടുള്ളതെങ്കിൽ, അവരെ കാണുമ്പോൾ ഇന്ന് അവർ ഇട്ടിരിക്കുന്ന നീലയും പച്ചയും ഡ്രസ്സായിരിക്കും, അന്നിട്ട് ഒരു ചുവപ്പ ഡ്രസ്സാന്ന് വിചാരിക്കുക. അവരെ ആ സ്മൃതിയിൽ, അന്നിട്ട ഡ്രസ്സിൽ, അന്നത്തെ മുഖഭാവത്തിൽ, അന്നത്തെ കൈയും കാലും പറയണ വാക്കും അതിൻ്റെ ഡെപ്തും അതിൻ്റെ ആഴവും ഫീലിങ്ങും അതേപോലെ ഉണർന്നു വരും. തീർച്ചയായും അല്ലേ? ഈ ഫീലിംഗ് ഫാക്ടർ വിത്ത് പിക്ചർ ആകുമ്പോഴാണ് അത് പൂർണ്ണഭാവത്തിൽ നമ്മൾ വരുന്നത്. അതിനെ മറക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റ പോകാൻ വഴി. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരിക, മറക്കേണ്ടത് അവരുടെ ആവശ്യമല്ല, നമ്മുടെ ആവശ്യമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഇതേ സീൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് എവിടെയാണ്? എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലാണ്. എൻ്റെ മനസ്സിനുള്ളിൽ ഈ ഫീലിംഗ് വീണ്ടും വീണ്ടും വരും തോറും ആദ്യം ഉണ്ടാവുന്ന നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും, പോസിറ്റീവ് തോട്ട്സ് ആയിരിക്കും? നെഗറ്റീവ് തോട്ട് ഉണ്ടാവുന്നത്. ആ നെഗറ്റീവ് തോട്ട് സ്പ്രെഡ് ചെയ്യുന്നത് എവിടെയാണ്? എൻ്റെ ശരീരത്തിൽ തന്നെയാണ്, എൻ്റെ ഉള്ളിൽ തന്നെയാണ്. എന്നിൽ നിന്ന് പുറപ്പെടുന്ന വൈബ്രേഷനാണ് നെഗറ്റീവായിട്ട് മാറുന്നത്. അപ്പോൾ ആദ്യം നഷ്ടം ഉണ്ടാവുന്നത് ആർക്ക് തന്നെയായിരിക്കും? എനിക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നഷ്ടം ഉണ്ടാക്കണ്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇനി അടുത്താലും അടുത്തില്ലെങ്കിലും അതിനെ മറന്നേ പറ്റൂ. മറക്കാനുള്ള പോകാൻ വഴി വീണ്ടും വീണ്ടും നമ്മൾ അതിനെ ഫുൾ ഡെപ്തിൽ, ഞാൻ ആ ഏത് കാര്യമാണോ മറക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിനെ, ഇപ്പം എനിക്ക് ഉദാഹരണം പറഞ്ഞാൽ മരണ വീട്ടിൽ പോകുമ്പോൾ ദുഃഖം കാണാൻ പോവുക എന്നൊരു ചടങ്ങ് നമ്മുടെ നാട്ടിലില്ലേ? എന്തിനാ ഈ ദുഃഖം കാണാൻ പോകണമെന്നറിയോ? ഇപ്പോൾ ഒരാളെ വീട്ടിലൊരു മരണം ഉണ്ടായി, ഒരാൾ ചെല്ലുമ്പോൾ എന്താ ഉണ്ടായത്? അപ്പോൾ അവർ പറയും അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അത് ചെയ്തു ഇത് ചെയ്തു. ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ കരയും, ചിലപ്പോൾ വിഷമിക്കും. അതൊക്കെ കഴിഞ്ഞ ശേഷം അതവിടെ അങ്ങ് കുറച്ച് കരഞ്ഞു കഴിയുമ്പോൾ അതവിടെ അങ്ങ് കുറച്ച് ദുഃഖം കുറയും. അപ്പോൾ ഈ വന്ന ആൾ കുറച്ച് ദുഃഖം കൊണ്ടങ്ങ് പോവും. വീണ്ടും വേറൊരു കൂട്ടർ കാണാൻ വരും. അവരും തന്നെ ചോദിക്കുക എപ്പോഴാണ് കൊണ്ടുപോയി, ഹോസ്പിറ്റലിൽ എന്താ ഉണ്ടായി, വീണ്ടും കിട്ടാൻ പറയും. ഒരു 4 ദിവസം ആൾക്കാർ ദുഃഖം കാണാൻ വന്ന് കഥ പറഞ്ഞപ്പോൾ ഇതൊരു കഥയാവും. തീർച്ചയായിട്ടും ഉണ്ട്. സത്യമല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതുകൊണ്ടാണ് ഒരു 10 ദിവസം ആൾക്കാർ ദുഃഖം കാണാൻ വന്നവരുടെ സങ്കടം മുഴുവൻ പറഞ്ഞ് ഒരു 10 ദിവസം കഴിഞ്ഞുമ്പോഴേക്കും ഏതാണ്ട് അതൊരു ഒരു കാര്യം നടന്നിട്ടുണ്ടെന്ന ഒരു അവസ്ഥയിലേക്ക് അങ്ങ് മാറും മനസ്സ്. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിയുമ്പോൾ അതിന് ദുഃഖം ഷെയർ ചെയ്യപ്പെടുമ്പോൾ ദുഃഖം കാണാൻ പോകുന്ന രഹസ്യം തന്നെ അത് തന്നെയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ 10 വട്ടം റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ഒരു സിനിമയിൽ തന്നെ നിങ്ങൾ കണ്ടു നോക്കി, ഒരു സിനിമയിൽ ആദ്യത്തെ പ്രാവശ്യം കാണുമ്പോൾ എന്താണ് നടക്കാൻ പോകുന്നുള്ളതായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ്, രണ്ടാമത്തെ പ്രാവശ്യം കാണുമ്പോൾ നടക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്കറിയാം. എന്നാലും ആ മൊമെൻറ്റിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് വീണ്ടും വരും. ഒരു 10 പ്രാവശ്യം കണ്ടു കഴിയുമ്പോഴത്തേക്കും അതാച്ചാ അത്രയേ ഉള്ളൂ, അതാണ് നടക്കാൻ പോകുന്നത് പക്ക. ഇതുപോലെ നമ്മുടെ മനസ്സിനുള്ളിൽ ഉണ്ടായിപ്പോയതായിട്ടുള്ള ആ ഒരു കാര്യത്തിന് ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഫുൾ ഫീലിങ്ങിന് വരുന്ന സമയത്ത് അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ വരും. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ കാണുന്ന സമയത്ത് അതിനെ ആദ്യം കളർഫുള്ളായിട്ടാണല്ലോ കാണുക. അവർ ഏത് ഡ്രസ്സ് ഇട്ടോ, ഏത് വാക്ക് പറഞ്ഞു, എന്ത് പാവുള്ളതൊക്കെ. രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണുക, അവരെ കളറില്ല ഉണ്ടാക്കി കാണുക. ശരിക്കും നമ്മൾ ഫിലിം കാണുമ്പോൾ അങ്ങനെയാണല്ലോ, കളർ ഫിലിം എത്ര അട്രാക്ഷൻ ഉണ്ട്, അത്ര ബ്ലാക്ക് ആൻഡ് വൈറ്റിനില്ല. ഇത് പർപ്പസ്ഫുള്ളി ചെയ്യേണ്ട ഒരു എക്സസൈസ് ആണ് കേട്ടോ, മനസ്സിൽ നിന്ന് മറക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ പ്രാവശ്യം അതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണുക, കാണുന്ന ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് അതേ ദൃശ്യം കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ ബോറടിക്കാൻ തുടങ്ങും. മൂന്നാമത്തെ പ്രാവശ്യം അതിലെ സൗണ്ടൊക്കെ ഇല്ലാണ്ടാക്കിയിട്ട് ആ ആക്ഷൻ മാത്രം നടക്കുന്ന പോലെ തോന്നുക, നമുക്ക് തമാശ തോന്നിപ്പോകും. നാലാമത്തെ പ്രാവശ്യം നിങ്ങൾ ആ ദൃശ്യത്തിലേ ഇല്ല, അത് വെറും ഒരു സീൻ നടക്കുക എന്ന് ഫീൽ ചെയ്യുക. അതോടുകൂടി അതിൻ്റെ ഡെപ്ത് അങ്ങ് കുറയും. 4 പ്രാവശ്യം നമ്മൾ 5 പ്രാവശ്യം നമ്മളത് കണ്ടു, പക്ഷെ ഓരോ പ്രാവശ്യം അതിൻ്റെ ഫീലിംഗ് പാർട്ടിനെ നമ്മൾ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 4-5 പ്രാവശ്യം നിങ്ങളിതിങ്ങനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഫീലിംഗ് പാർട്ട് അവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു നാടകം കണ്ട പോലെ, ഒരു സിനിമ കണ്ട പോലെ ഒരു ഓർമ്മ നമുക്കുണ്ടായിരിക്കും, പക്ഷെ അതിൽ ഫീലിംഗ് നമുക്കുണ്ടാവില്ല. അങ്ങനെ ഓർമ്മ ഉണ്ടായിരിക്കും, ഫീലിംഗ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാധനം ഒരിക്കലും നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യാറില്ല. അവിടെ നമുക്കൊരു ഡിറ്റാച്ച്ഡ് ഒബ്സർവറായിട്ട് പഠിക്കാൻ പറ്റും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ഉണ്ടായത്. ഒരാളുടെ ഭാഗത്ത് മാത്രം തെറ്റായിരിക്കില്ലല്ലോ, അവരുടെ ഭാഗത്ത് കുറച്ച് തെറ്റുണ്ടായിരിക്കാം, നമ്മുടെ ഭാഗത്തും ഉണ്ടായിരിക്കാം. രണ്ടും നമുക്ക് അങ്ങനെ ഒന്ന് കണ്ടു കഴിയുമ്പോൾ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഇതിന് ഒരു കാലാവധി ഉണ്ടോ? അതായത് ഇപ്പം ആദ്യം ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണുന്നു, അത് ഇത്ര സമയം കാണണം, അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരേ പ്രാവശ്യമാണ് ഈ 3 സ്റ്റേജും ചെയ്യുന്നത്, 4-5 സ്റ്റേജും ചെയ്യുന്നത്. ആദ്യത്തെ പ്രാവശ്യം കളറിൽ കാണണം, അത് അപ്പം തന്നെ അതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണണം, അത് കഴിഞ്ഞ ശേഷം അതിന് സൗണ്ട് ഇല്ലാണ്ടാക്കി കാണണം. പിന്നെ വെറും ഒരു നാടകം നമുക്ക് ബോറടിക്കുമ്പോൾ അതിന് സ്റ്റോപ്പ് ചെയ്തേക്കണം, അത്രയേ ഉള്ളൂ. അപ്പോഴേക്കും എൻ്റെ ഫീലിംഗ് പാർട്ട് ഒന്ന് പോവും. ഇത് പർപ്പസ്ഫുള്ളി ചെയ്യണം കേട്ടോ, കാരണം ഇത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവുമോ? ഇല്ല.
അതിന് എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് ആ ഫീലിംഗ് കളഞ്ഞേ പറ്റൂ എന്ന് എനിക്ക് നിശ്ചയമുണ്ടെങ്കിൽ എനിക്കതിന് പർപ്പസ്ഫുള്ളി ചെയ്യാൻ സാധിക്കും. ഇതൊരു ശരിക്കും നമ്മുടെ മൈൻഡിൽ നിന്ന് പഴയ മെമ്മറീസിനെ ഡിലീറ്റ് ചെയ്യാനുള്ളതായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ആ ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുകയാണ്, അതിനെ ഒഴിവാക്കുകയാണ്. അങ്ങനെ ചെയ്താൽ നമുക്ക് ആ ഒരു ഫീലിംഗ് ഇല്ലാണ്ടാക്കാം. ഫീലിംഗ് ഇല്ലാത്ത ഒരു മെമ്മറി ഒരിക്കലും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യില്ല. ഫീലിംഗ് ഉള്ള മെമ്മറി അത് എത്ര കാലം കഴിഞ്ഞാലും അത് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് മറക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആ ഫീലിങ്ങിനെ ഇല്ലാതാക്കിയിട്ടുണ്ടായിരിക്കണം. മറക്കാൻ നമുക്ക് പറ്റില്ല. അങ്ങനൊരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ചില വാക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ മരണം വരെ പോലും അത് ഓർമ്മയുണ്ടായിരിക്കും. പക്ഷേ ഇങ്ങനൊരു ഓർമ്മ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യില്ല. മറ്റേ ഓർമ്മ നമ്മളെപ്പോഴും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട് അവരായിട്ടുള്ള ബന്ധത്തെ നന്നാക്കി ഒന്നിച്ച് കൊണ്ടുപോകണം, നമുക്ക് ഇനിയും ഒന്നിച്ച് പ്രവർത്തിക്കണം, ഒന്നിച്ച് ആക്റ്റീവ് ആകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ ഫീലിംഗ് പോർഷൻ അവിടെ ഡിലീറ്റ് ചെയ്ത് അതിന് വേറെ ഒരു മെമ്മറി ആക്കുക, അല്ലെങ്കിൽ ഒരു ലെസൺ. കഴിഞ്ഞു പോയ പാഠം നമുക്ക് അങ്ങനെ കൊടുക്കാമല്ലോ. ഒരു കാഴ്ചക്കാരൻ അത് കാണുകയാണെങ്കിൽ ആ കാഴ്ചക്കാരനും കുറച്ചും കൂടെ വ്യക്തമായി പറയാൻ പറ്റില്ല ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത്. ഈ ലെവലിൽ നമ്മൾ കാണുന്ന സമയത്ത് നമ്മളൊരു കാഴ്ചക്കാരനാണ്. ജീവിതം നമ്മുടെ തന്നെ സിനിമയാണ്. പക്ഷെ ആ സിനിമയിലെ കാഴ്ചക്കാരനും നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ഉപബോധ മനസ്സ് പറയാൻ തുടങ്ങും, അന്ന് അങ്ങനെ നടന്നപ്പോൾ ഇന്നിങ്ങനെ ഉണ്ടായിരുന്നു, നിനക്കും അത് സംഭവിച്ചത്, സാരമില്ല, വിട്ടേക്ക് എന്ന് നമ്മുടെ മനസ്സ് പറയും. അത് വെറും പിക്ചറാണ്, അതൊരു ഫീലിങ്സും ഇല്ല, ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയാൻ തുടങ്ങും. അങ്ങനെ മനസ്സിന് ആ കാര്യത്തിനെ കളഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സിസ്റ്ററുടെ ഫീലിങ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ആ പിക്ചർ നമ്മൾ മറക്കുന്നില്ല, അതായത് സംഭവിച്ച കാര്യത്തെ നമ്മൾ മറക്കുന്നില്ല. അപ്പോൾ ഫീലിങ്സ് നമ്മൾ ഡിലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കും, പറഞ്ഞു, ഓക്കെ, ആ സമയത്ത് നമ്മൾ വിചാരിച്ചു. വീണ്ടും നമ്മൾ ആ പിക്ചർ ഓർമ്മിക്കുന്ന സമയത്ത് വീണ്ടും ഈ ഫീലിംഗ് വന്നേക്കാൻ ചാൻസ് ഉണ്ടാവില്ലേ? അത് നിങ്ങൾ പർപ്പസ്ഫുള്ളി ഇതിനെ ഒരു ദിവസം, ഞാൻ പറഞ്ഞു, ഒരു ദിവസമല്ല, ഒരു ദിവസം പല സ്റ്റെപ്പായിട്ട് ചെയ്യുക. നിങ്ങളത് ഓർക്കുന്ന സമയത്ത് അതിന് ഒരു ഫീലിങ്ങും ഇല്ലാത്ത രീതിയിലുള്ള വെറും ഒരു മെമ്മറി ആകുമ്പോൾ പലതവണ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് അതില്ലാതാക്കണം. യെസ്, അതിലും ഞാൻ പറയും, നിങ്ങൾ ഇത് ചെയ്യുന്നേക്കാൾ മുന്നേ, ഇത് ഈ മെമ്മറീനെ വാഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യും മുന്നേ നമ്മൾ മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതെ, അതാണ് ഞാനൊരു ചോദിക്കാൻ, ഈ ചോദ്യത്തിലേക്ക് വരാനുള്ള കാരണം അതാണ്. അപ്പം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചിലപ്പം ചെയ്യാൻ പറ്റാത്ത ആ ഒരു ലെവലിലെത്താറുണ്ട്. അപ്പോൾ അതിന് സിസ്റ്റർ അന്ന് പറഞ്ഞിരുന്നത്, സൊല്യൂഷനായിട്ട് പറഞ്ഞിരുന്നത്, ശക്തി കൂട്ടാൻ വേണ്ടി പറഞ്ഞിരുന്നത് മെഡിറ്റേഷനാണ്. അപ്പോൾ നമുക്ക് ആ മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അതിലൂടെ നമ്മുടെ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെ എന്നതിനെ കുറിച്ചാണ് ശരിക്കും ഞങ്ങൾക്ക് അറിയേണ്ടത്. അതിലാണ് മെയിൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. മെഡിറ്റേഷനിൽ 2 സ്റ്റേജ് ഉണ്ട്. നമുക്കൊരു റിലേഷൻ നന്നാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ലേ, ഫസ്റ്റ് നമ്മൾ എംപവറിങ്, മറ്റൊന്ന് നമ്മൾ ക്ഷമാപണം, 2 രീതി. അതിൽ ഫസ്റ്റ് എംപവറിങ് എന്ന് പറയുന്ന മെഡിറ്റേഷനിൽ നമ്മൾ ഈശ്വരൻ്റെ അടുത്ത് ശക്തി നമ്മളിലേക്ക് ആവാഹിക്കുകയാണ് ചെയ്യുക. 2 മിനിറ്റ് നേരം ഇത് കാണുന്നവർക്ക് വേണ്ടി ആ മെഡിറ്റേഷൻ എങ്ങനെയാണ് ചെയ്യുന്നുള്ള കാര്യം ഞാനൊന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. രാജയോഗ മെഡിറ്റേഷനിൽ ആദ്യം നമ്മൾ കാണേണ്ടത്, നമ്മൾ ഈ നശിച്ചു പോകുന്ന ശരീരം മാത്രമല്ലല്ലോ, ഇതിനുള്ള ചൈതന്യ ശക്തിയുണ്ട്. അതുകൊണ്ട് ആ ഒരു ചൈതന്യ ശക്തിനെ, ഞാനെന്ന് പറയുന്ന എൻ്റെ യഥാർത്ഥമായിരിക്കുന്ന സത്തയെ തിരിച്ചറിയണം. ഞാനുമായി ബന്ധം സ്ഥാപിക്കുന്ന, അതിൽ സെൽഫ് റിലേഷൻഷിപ്പ് വിത്ത് ദ സെൽഫ് എന്നുള്ളത് ഞാൻ ആത്മാവിനെ കുറിച്ച് പഠിച്ചത് ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? ആത്മാ ഒരു പ്രകാശ ബിന്ദുവാണ്. ഈ ശരീരത്തിൻ്റെ ഭ്രൂമധ്യത്തിൽ അത് വസിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ ആജ്ഞാചക്രത്തിൽ നമുക്ക് ഉള്ളിലേക്ക് കാണാൻ സാധിക്കില്ലെങ്കിലും നമ്മുടെ അകക്കണ്ണ് ഉപയോഗിച്ചുകൊണ്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പ്രവീൺ ഭായിക്ക് ഒരു റോസാപ്പൂ തന്നു എന്ന് വിചാരിക്കാം. ആ റോസാപ്പൂ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. റോസാപ്പൂ നീർപ്പൂവിൻ്റെ സുഗന്ധവും അതിൻ്റെ ആ ഒരു സ്പർശത്തിലുള്ളതായിരിക്കുന്ന മൃദുത്വവും അതിൻ്റെ തണുപ്പും ഒക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് വീണ്ടും വേണമെങ്കിൽ ഫീൽ ചെയ്യാൻ പറ്റും അല്ലേ? ആ റോസാപ്പൂവിൻ്റെ ഫ്രാഗ്രൻസ്, അത് വളരെ നനുത്തതായിരിക്കുന്ന ആ ഒരു സുഗന്ധവും അതിൻ്റെ സ്പർശനത്തിലുള്ളതായിട്ടുള്ള ആ മൃദുത്വവും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാം. ഇത് നമ്മുടെ ഇപ്പോൾ കയ്യിൽ റോസാപ്പൂ ഇല്ലെങ്കിലും നമുക്കത് ഫീൽ ചെയ്യാൻ സാധിക്കും, കാരണം നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആണ്. അതുപോലെ ആത്മാ എന്ന് പറയുന്നതും ഒരു റിയാലിറ്റിയാണ്, അത് സത്യമാണ്. അപ്പോൾ അത് അതിസൂക്ഷ്മമായ പ്രകാശ നക്ഷത്രമായിക്കൊണ്ട് ഈ ശരീരത്തിൻ്റെ ഭ്രൂമധ്യത്തിൽ നമുക്കുള്ളിൽ കാണാൻ സാധ്യമല്ലല്ലോ, അതുകൊണ്ടാണ് ഈ സ്ഥാനം പറയുന്നത്. അവിടെ അതിസൂക്ഷ്മമായിരിക്കുന്ന ഒരു പ്രകാശ നക്ഷത്രമായിട്ട് ഞാൻ ആത്മ തിളങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യാം, അകക്കണ്ണുകൊണ്ട് കാണുക. അത് കഴിഞ്ഞ ശേഷം സർവശക്തനായിരിക്കുന്ന ഭഗവാനെ, ആ പരമാത്മാവും പ്രകാശമാണല്ലോ, അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് വേറൊരു എപ്പിസോഡിൽ സംസാരിച്ചിട്ടുണ്ടല്ലോ. ആ ജ്യോതിയായിരിക്കുന്ന പരമാത്മ ഭഗവാൻ നമ്മുടെ സമീപത്ത്, നമ്മുടെ തലയ്ക്ക് മേലെ നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് ആ പരമാത്മാവിനതായിട്ടുള്ള ശക്തിയുടെ കിരണം, അഥവാ നമ്മുടെ ഹീലിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ അച്ഛനായിട്ടുള്ള എന്തെങ്കിലും സംബന്ധമെന്ന് വിചാരിക്കൂ. അപ്പോൾ ഈശ്വരനാകുന്ന അച്ഛൻ, ആ ഭഗവാന്റെ അൺകണ്ടീഷണലായിരിക്കുന്ന സ്നേഹം അതിനെ ഫീൽ ചെയ്യുക. അമ്മയായിട്ടാണെങ്കിൽ
ഈശ്വരൻ എന്ന അമ്മയെപ്പോലൊരു സുഹൃതം നമുക്ക് മറ്റൊന്നും കിട്ടാനില്ലല്ലോ. അതിൻ്റെ ആ ഒരു ഡെപ്തുള്ളതായിരിക്കുന്ന സ്നേഹം എൻജോയ് ചെയ്യുക. എൻ്റെ ഹസ്ബൻഡായിട്ടാണ് ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുള്ളതെങ്കിൽ ആ ഭഗവാൻ എന്ന പതി നമുക്ക് തരുന്ന സംരക്ഷണം ഒരു ജീവാത്മാവിനെ സൃഷ്ടിയുടെ ആദ്യം മുതൽ അവസാനം വരെ അത് അത്രയും ഗഹനമായിരിക്കുന്ന അനുഭൂതിയാണ്. അപ്പം അതുകൊണ്ട് ഭഗവാനെ, ഞാൻ ജീവാത്മാ, ഞാൻ പതി പരമേശ്വരനായ അങ്ങയിൽ നിന്ന് എൻ്റെ രക്ഷ നീയാണ്, എൻ്റെ രക്ഷകനും നീയാണ്, എൻ്റെ രക്ഷയും നീയാണ്. ആ ശക്തി നമ്മളിലേക്ക് നിറയുന്നതായിട്ട് ഫീൽ ചെയ്യുക, നമ്മുടെ ചുറ്റുള്ള കവചം ഫീൽ ചെയ്യുക. ഇങ്ങനെയൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഇപ്പം നമുക്ക് 2 മിനിറ്റ് സമയം അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. തീർച്ചയായും. ഞാൻ പ്രവീൺ ഭായിനെ സഹായിക്കാൻ വേണ്ടി ഞാൻ ആ കമൻട്രി പറയും. അത് എങ്ങനെയാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സമയത്ത് അത് കേൾക്കുകയല്ല, അതിനെ വിഷ്വലൈസ് ചെയ്യാൻ, ആ പിക്ചർ കാണാനായിട്ട് ശ്രമിക്കണം. ഓം ശാന്തി. ഞാൻ ഈ ശരീരത്തിൻ്റെ ഭ്രൂമധ്യത്തിൽ അതിസൂക്ഷ്മമായ പ്രകാശ നക്ഷത്രം പോലെ തിളങ്ങുന്ന ആത്മാ, ഞാൻ ആത്മാ സത്യവും ചൈതന്യവുമാകുന്നു. ഞാൻ പരംപിത പരമാത്മാവിൻ്റെ രചനയാണ്. ജീവാത്മാവായ എൻ്റെ സർവസംബന്ധങ്ങളും ആ പരമാത്മാവുമായാണ്. എൻ്റെ സങ്കല്പത്തിൻ്റെ ഭാഷയിൽ ആ പരമചൈതന്യത്തെ എൻ്റെ സമീപത്തിലേക്ക് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. പതി പരമേശ്വരനിൽ നിന്നും ജീവാത്മാവായ ഞാൻ എൻ്റെ രക്ഷ, എൻ്റെ കരുതൽ എല്ലാം അനുഭവിക്കുകയാണ്. സർവശക്തനായ ഭഗവാന്റെ കിരണങ്ങൾ ആത്മാവായ എന്നിൽ നിറയുന്നു. ഭഗവാന്റെ കിരണങ്ങളാകുന്ന കരങ്ങളിൽ ഞാൻ തികച്ചും സുരക്ഷിതയാണ്. എൻ്റെ സങ്കല്പത്തിന് പോലും മൂല്യം നൽകുന്ന, എൻ്റെ മൃദുല ഭാവങ്ങൾ പോലും കരുതലോടെ കാണുന്ന പ്രിയപതിയായ പരമേശ്വരൻ്റെ സംരക്ഷണം, ശക്തി ഞാൻ ആത്മാ അനുഭവം ചെയ്യുകയാണ്. എൻ്റെ ചുറ്റും ഈ ദിവ്യമായ പ്രകാശം ഒരു സുരക്ഷാ കവചം തീർത്ത് എൻ്റെ രക്ഷകനായി
എൻ്റെ കൂടെ നിൽക്കുകയാണ്. പതി പരമേശ്വരൻ്റെ ആ ദിവ്യമായ സമീപ്യം ഞാൻ അനുഭവം ചെയ്യുന്നു. ഓം ശാന്തി. സിസ്റ്റർ, വളരെ മനോഹരമായൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് മനോഹരമായ ഈ ഒരു മെഡിറ്റേഷൻ ശരിക്കും ഇനിയും നമുക്ക് ഫീൽ ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ സൊല്യൂഷൻ, അതായത് ബന്ധങ്ങളിലെ വിള്ളലുകൾ എങ്ങനെ നമുക്ക് ഇല്ലാതാക്കാം എന്നതിൻ്റെ ആ ഒരു സൊല്യൂഷൻ നമുക്ക് ശരിക്കും കിട്ടിക്കഴിഞ്ഞു. അതിന് സിസ്റ്ററോട് എത്ര നന്ദി പറഞ്ഞാൽ മതിയാവുമെന്നറിയില്ല. വാക്കുകൾ കൊണ്ട് ഒരിക്കലും നന്ദി പറയാൻ സാധിക്കില്ല. എങ്കിലും നന്ദി. ജീവിതത്തിൽ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സുഖം നൽകുന്നത് അവൻ്റെ ബന്ധങ്ങൾ തന്നെയാണ്. ആ ബന്ധങ്ങൾ അവന് നഷ്ടപ്പെട്ടാലോ തീർച്ചയായും ഈശ്വരൻ എന്ന മാധ്യമത്തിലൂടെ അവനത് നേടാൻ സാധിക്കും. അതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ മനസ്സിലാക്കിയത്. അത്തരത്തിൽ തകർന്ന ബന്ധങ്ങളെ വീണ്ടും സുദൃഢമാക്കാൻ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.